അതായത് ഈ സിസേറിയൻ ആളുകൾ പറയും ആശുപത്രിയുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ. അതേസമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത്. നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിന് തന്നെ പ്രസവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളൊരു ബേജാറ് ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം. അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ്. ഇത് ഒരു അബൌട്ട് 12 centuries ബാക്ക് നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം, എത്ര കാലം വയറ്റിലൊരു കുട്ടി നിൽക്കും എന്നുള്ളത്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു കോട്ട് ഞാൻ പറഞ്ഞു 4 വർഷം വരെ നിൽക്കുമെന്ന്. അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ 4 വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത്. അതിലൊരു പ്രശ്നം, അത് പറയേണ്ടത് മെഡിക്കൽ സയൻസ് ആണെന്നുള്ള. അതെ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത്, എത്ര ദിവസം നിൽക്കുന്ന അതാ നോക്കേണ്ടത്. അന്ന് ഒരു കുട്ടി 2 വർഷം കഴിഞ്ഞ് പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വയ്ക്കുക. ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല, അവിഹിത ബന്ധത്തിന് പോയിട്ടുമില്ല. എങ്കിൽ ഇയാളിലേക്ക് ഈ കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ? അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത്.